ഇതുപോലെ നല്ല തണുത്ത് വിറച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ചൂടായിട്ട് കറുമുറാന്ന് കഴിക്കാൻ തോന്നില്ലേ? അത്ര കറുമുറയൊന്നും അല്ല, എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇത് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഏതിനി ബാച്ചിലർ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഈവൻ നമ്മുടെ അവിടെ ഒരു കുഞ്ഞ് ഫംഗ്ഷനോ ഒരു മീറ്റിംഗ് എന്തെങ്കിലും വന്നാൽ പോലും ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ, അത് ഗസ്റ്റ് വന്നാൽ പോലും കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബ്രെഡ് ക്രംസ്, മുട്ട പുഴുങ്ങി തണുത്ത വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ സവോള, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചിക്കൻ നന്നായിട്ട് വേവിച്ച് ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു സാധനം കൂടെ വേണം, അത് വഴിയെ കാണിക്കാം, അത് അത്ര അല്ല. ഇനി വേണ്ടത് സവോള, പിന്നെ നമുക്ക് കിഴങ്ങ് പുഴുങ്ങി ആക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളത് ചട്ടിയിലോട്ട് നല്ല എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഓക്കെ, സവോള എല്ലാം നോട്ട് പോയിന്റ് കുനുകുനാൻ തന്നെ അരിയണം. ഇതിൽ ചെറുതൊക്കെ വലുതായിട്ട് കിടക്കുന്നതായിട്ട് തോന്നുന്നു, പക്ഷേ അത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അരിഞ്ഞാണ് കേട്ടോ. അതൊന്ന് സ്പ്ലിറ്റ് ആവുന്നത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങനെ ആയിക്കോളും. അങ്ങനെ നമ്മൾ സവോള എല്ലാം എണ്ണയിലോട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നു. നന്നായിട്ട് വഴറ്റി ഒരുപാട് വല്ലാണ്ടങ്ങ് വഴറ്റി പോകരുത്, നമുക്കൊരു ബൈറ്റ് കിട്ടണം. പിന്നെ അത് കഴിഞ്ഞ് സവോള ഒരു വിധം വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതും കുഞ്ഞാന്ന് തന്നെ അരിഞ്ഞിരിക്കണം. അത് നമ്മൾ ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അത് നല്ലതായിട്ട് വഴറ്റി വന്നപ്പോൾ നമ്മൾ മസാല ഇടുന്നുണ്ട്. ഒരുപാട് മസാലാസ് ഒന്നുമില്ല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല. ഓക്കെ, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, ആവശ്യത്തിനായിട്ടുള്ള ഗരം മസാലയും കുരുമുളക് പൊടി. എന്നിട്ട് നമ്മൾ പൊട്ടറ്റോ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുന്നു. ഓക്കെ, പൊട്ടറ്റോയും ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മളിനി അത് ബോൾസ് ആക്കാൻ പോകും. അതിനുവേണ്ടി നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകി ഇതുപോലെ ഉരുള ആക്കണം. ഓക്കെ, ഇതിങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഹാഫ് ആക്കി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ഒരെണ്ണം എടുത്ത് അതിനകത്ത് വെച്ചിട്ട് വീണ്ടും ഒരു കുഞ്ഞു ഉരുളയാക്കിയിട്ട് അതിനെ കവർ ചെയ്യണം കേട്ടോ. ഇതുപോലെ കവർ ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്യണം. സീൽ ചെയ്ത് നല്ലൊരു പാക്കാക്കിയിട്ട് നമ്മളതിലോട്ട് മാറ്റി വെക്കണം. ഇനി നമ്മളെന്താണ് ഇതെല്ലാം ഉരുളകളാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുട്ടയിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലാക്കി ഒന്ന് കോട്ട് ചെയ്തിട്ട് തിളച്ചെണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കും. നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യാറില്ലേ, അതുപോലെ നല്ല മുരിയിച്ച് വറുത്ത് കോരിയും എടുക്കും. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. ഇതാണ് സാധനം. ഇതിപ്പോൾ രണ്ടും ടേസ്റ്റിയാണ്. കണ്ട എക്സ്പ്രഷൻ തന്നെ ഞാൻ കഴിക്കുകയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി. ഒരു ഭയങ്കര റിച്ച് കട്ട്ലറ്റ് കഴിക്കുന്ന പോലെ തോന്നും. കട്ട്ലറ്റിൻ്റെ വേറൊരു ലെവലാണ്. ഒരു ചേട്ടൻ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരും. ഇതിനകത്ത് ചിക്കൻ, പൊട്ടറ്റോ, പിന്നെ മുട്ട, അതിനൊക്കെ. അപ്പം എല്ലാവരും എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ.